ഹായ്, എം ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് സെൻസസ് സ്റ്റേറ്റ്സ് ആസ്ക്ഡ് ടു ലോക്ക് ചേഞ്ചസ് ഇൻ ബൗണ്ടറീസ് ബിഫോർ ഡിസംബർ 31. ഡിസംബർ 31 മുമ്പായിട്ട്, ഈ വർഷം 2025 ഡിസംബർ 31 മുമ്പായിട്ട് സെൻസസ് നടക്കുന്നത് കൊണ്ട്, സെൻസസ് ഇപ്പോഴല്ല നടക്കുന്നത്, സെൻസസ് 2026 അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സെൻസസ് നടക്കാൻ പോണത് കൊണ്ട് ഡിസംബർ 31 കൂടി എല്ലാ ബൗണ്ടറീസും ലോക്ക് ചെയ്തോളണമെന്നാണ്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ബൗണ്ടറീസ് മാത്രമല്ല, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ, തഹസീൽസ്, ഡിസ്ട്രിക്ട്സ്, ഇതിൻ്റെയൊക്കെ ബൗണ്ടറീസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഡിസംബർ 31 അത് ലോക്ക് ചെയ്തോളണം. പിന്നെ ഒരു ചേഞ്ചും പാടില്ല. അതിനുശേഷം സെൻസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് 2026 തൊട്ട് എന്നാ പറഞ്ഞത്. 2026 ഏപ്രിൽ അങ്ങനെയാണ് നമ്മളുടെ ഹൗസ് ലിസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഹൗസ് ലിസ്റ്റിംഗ്, അതാണ് ആദ്യ സെൻസസ് നടക്കുന്നത്. പിന്നെയാണ് നമ്മുടെ പോപ്പുലേഷൻ കൗണ്ട് എടുക്കുന്നത്. അത് 2027 അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്തായാലും 2027 സെൻസസ് ഫിനിഷ് ആവും, യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന എക്സർസൈസ് നടക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ എന്താണെന്ന്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ലോക്സഭാ മണ്ഡലങ്ങളുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ മണ്ഡലങ്ങളുടെയും പുനർനിർണയമാണ്. ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ അതിൻ്റെ എണ്ണം പുനർനിശ്ചയിക്കുന്ന പരിപാടിയാണ് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഡീലിമിറ്റേഷൻ ഈ സെൻസസിന് ശേഷം നടക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇതിനകത്തില്ല, ഞാൻ പറഞ്ഞത് അഡീഷണലി. അതിനുശേഷം പിന്നെ നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊരു നിയമം ഇന്ത്യയിൽ നടപ്പാവും. ഈ സെൻസസും ഡീലിമിറ്റേഷനും നടന്നിട്ട് നാരി ശക്തി വന്ദൻ അധിനിയം 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യയാണ് നാരി ശക്തി വന്ദൻ അധിനിയം. വാട്ട് ഈസ് നാരി ശക്തി വന്ദൻ അധിനിയം? 33% റിസർവേഷൻ ഫോർ വിമൻ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ലോക്സഭ. ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും 33% സംവരണം സ്ത്രീകൾക്ക്. ഇപ്പോൾ പാർലമെൻറ്റിൽ സംവരണമില്ല സ്ത്രീകൾക്ക്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ MLA-മാരാവാൻ സ്ത്രീകൾക്ക് സംവരണമില്ല. കോർപ്പറേഷനിലും പഞ്ചായത്തിലും മാത്രമാണ് സംവരണം ഉള്ളത്. അത് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് 33% സംവരണ സ്ത്രീകളുണ്ട്. പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, അവിടെയെല്ലാം 33% റിസർവേഷൻ വിമനുണ്ട്. അതേസമയത്ത് ഈ പറഞ്ഞ റിസർവേഷൻ പാർലമെൻറ്റിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലോ സ്ത്രീകൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ MLA-മാരുടെയും MP-മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ആ കുറവ് പരിഹരിക്കാൻ കൊണ്ടുവന്ന നിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞ 2023 പാസ്സായി. പക്ഷേ അന്നേ അതിൻ്റെ അകത്തൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. 2026 നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ ബേസിൽ 2027 അല്ലെങ്കിൽ അതിന് അടുത്ത വർഷം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന എക്സർസൈസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് വരുന്ന ഇലക്ഷൻ, അത് 2029 ലോക്സഭ ഇലക്ഷൻ വരുന്നത്, അതിലെ ഈ പറഞ്ഞ നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ 33% റിസർവേഷൻ ഫോർ വിമൻ നടപ്പാവുള്ളത്. അപ്പോൾ അതെല്ലാം ബേസ്ഡ് ഓൺ ദിസ് സെൻസസ് ആയിരിക്കും അതെല്ലാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താ ഇതിനെക്കുറിച്ചാണ്. മഹാരാഷ്ട്ര സ്ക്രാപ്സ് ന്യൂ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്ന ന്യൂസ്. എന്താണ് 3 ലാംഗ്വേജ് പോളിസി? നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ട് 3 ലാംഗ്വേജ് പോളിസി ഇപ്പോൾ മസ്റ്റാണ് ഇന്ത്യയിൽ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും 3 ഭാഷകൾ പഠിച്ചിരിക്കണമെന്നാണ്. ആ 3 ഭാഷകളിൽ ഒന്ന് മദർ ടങ് ആണ്. അതിപ്പോൾ കേരളത്തിൻ്റെ കേസിൽ മലയാളമാണ്. രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷാണ്. മൂന്നാമത്തെ ഭാഷ ഏതെങ്കിലും 15 ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുകളിൽ ഒരെണ്ണം പഠിക്കണമെന്നാണ്. അപ്പം അത് ഏത് ലാംഗ്വേജ് എന്ന് തീരുമാനിക്കുന്നത് ആ ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ ആ സ്കൂളിലെ കുട്ടികളിൽ, ക്ലാസ്സിലെ കുട്ടികളിൽ 20 പേര് കൂടുതൽ പറയുന്നത് എനിക്ക് ഈ ഭാഷ മതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ഭാഷ മതി എന്ന് പറഞ്ഞാൽ ആ ഭാഷ പഠിപ്പിക്കുമെന്നാണ്. അപ്പോൾ എന്തായാലും അത് ഹിന്ദി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കാരണം ഹിന്ദി ടീച്ചേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ല ഓരോ സ്കൂളിനും ഇപ്പോൾ ഫ്രഞ്ച് പഠിക്കണം അല്ലെങ്കിൽ റഷ്യൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളെ ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. എന്തായാലും ഇതിൻ്റെ പേരിൽ ഹിന്ദിയുടെ ഒളിച്ചു കടത്തൽ എന്നൊക്കെ പേരിൽ തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം മഹാരാഷ്ട്രയിലും ഇപ്പോൾ പ്രശ്നമുണ്ടായി. മഹാരാഷ്ട്രയിലൊക്കെ ആക്ച്വലി 5ാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും 5ാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അത് 1ാം ക്ലാസ് തൊട്ട് മഹാരാഷ്ട്ര ആക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ പ്രശ്നമായത്. കുറേ അവിടുത്തെ മറാഠി ബേസ്ഡ് ഓർഗനൈസേഷൻസൊക്കെ ഹിന്ദിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞ അവിടെ വിഷയം ഉണ്ടാക്കി. അങ്ങനെ 1ാം ക്ലാസ് തൊട്ട് ഹിന്ദി പഠിപ്പിക്കാനുള്ള തീരുമാനത്തിൽ അവർ പിന്മാറി. അതിനെക്കുറിച്ചാണ് അത് അകത്തെ പേജിൽ എഡിറ്റോറിയലുണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അതിനപ്പുറം വേറൊന്നും അവിടെ പറയാനില്ല. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് രഥയാത്ര, ഇതൊരു പ്രൊസഷനാണ്. രഥയാത്രയായ പുരി ജഗന്നാഥ് ടെമ്പിളിലെ രഥയാത്രയ്ക്കിടയിൽ, പുരി എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിളിലെ രഥയാത്രയ്ക്കിടയിൽ സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും 3 പേര് മരിക്കുകയും ചെയ്യുന്നൊരു ന്യൂസ് കാണാം. ഇത്രയാണ് ആ പേജിലെ ന്യൂസുകൾ. അതിനടുത്ത പേജ് ഇപ്പോൾ സ്റ്റേറ്റ്സ് പേജിൽ
സ്റ്റേറ്റ്സ് പേജിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു. എസ്പെഷ്യലി ഡൽഹിയിൽ ഇതുവരെയ്ക്കും മൺസൂൺ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അതിനെക്കുറിച്ചൊരു ന്യൂസ് കാണാം. IMD യെല്ലോ അലർട്ടൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. IMD എന്താണ്? ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് IMD എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വേറെ ന്യൂസ് കാണാം. ഇൻ തെലുങ്കാന അമിത്ഷാ ആസ് മാവോയിസ്റ്റ് ടു ഡ്രോപ്പ് ഗൺസ് ജോയിൻ പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം എന്നൊരു ന്യൂസ് കാണാം. അമിത്ഷാ വാസ് ഇൻ തെലുങ്കാന യെസ്റ്റർഡേ സ്പെസിഫിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലായിരുന്നു അദ്ദേഹം ഇന്നലെ. നിസാമാബാദ്, അത് ഞാൻ പറയാൻ കാരണമുണ്ട്. നിസാമാബാദിലെ ഇന്ത്യയുടെ ടർമറിക് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചു. ഇന്ത്യയിൽ ടീ ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. ടീ ബോർഡ് ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ കൊൽക്കട്ട. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കട്ട. കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരുവിലാണെന്ന് എനിക്ക് തോന്നുന്നു. ചെക്ക് ചെയ്തോളണം. സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്തായാലും ബംഗളൂരു തന്നെ. പിന്നെ റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ, അത് നമ്മളുടെ കോട്ടയത്താണ്, കേരളത്തിൽ. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. കോട്ടയത്ത് ആയതുകൊണ്ട് അത് കേരള ഗവൺമെൻറ് അല്ല. റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ എന്താ ടർമറിക് ബോർഡ് ഓഫ് ഇന്ത്യ, മഞ്ഞളിൻ്റെ ഒരു ആസ്ഥാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നിസാമാബാദിലാണ്. അത് മഞ്ഞൾ വിപണനത്തിനും പ്രൊഡക്ഷനും ഒക്കെ വളരെ ഫേമസ്. അതുകൊണ്ടാണ് അവിടെ ആക്കിയത്. റബ്ബർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ വരാൻ കാരണം അത് കേരളത്തിലല്ലേ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നിസാമാബാദ് തെലുങ്കാനയിലാണ്. അതിൽ അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. ടർമറിക് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്. അത് ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം തെലുങ്കാന ഈസ് നൊട്ടോറിയസ് ഫോർ മാവോയിസ്റ്റ് ആക്ടിവിറ്റീസ്. മാവോയിസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഏരിയ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റെഡ് കോറിഡോർ എന്നുള്ള പേരിൽ നീണ്ട് ഛത്തീസ്ഗഡിലും ഒഡീഷയിലോട്ടും ജാർഖണ്ഡിലേക്കോ പോയാണ്. മാവോയിസം ഈസ് ഇൻ ദ ലാസ്റ്റ് ഫേസ് ഇൻ ഇന്ത്യ ബിക്കോസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് steadfast in eradicating the internal insurgency in India, that is Maoism, by the year of 2026 March 31st. അപ്പം അതുകൊണ്ട് തന്നെ തെലുങ്കാനയിലെ മാവോയിസ്റ്റുകളോട് സറണ്ടർ ചെയ്യാൻ ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യം അമിത്ഷാ അത് ആവശ്യപ്പെട്ടതിന് കാരണം ഹോം മിനിസ്ട്രിയാണ് അത് ഡീൽ ചെയ്യുന്നത്, അല്ലാതെ ഡിഫൻസ് മിനിസ്ട്രി അല്ല. പിന്നെ ഈ പേജിൽ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പുരി ജഗന്നാഥ ടെമ്പിളിലെ രഥയാത്രയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായെന്നും ആൾക്കാർ മരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു വലിയ ന്യൂസ് ഇവിടെ ഉണ്ട്, വേറൊന്നും പറയാനില്ല. പിന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ഉത്തരാഖണ്ഡിൽ പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ചൊക്കെ ന്യൂസാണ്. ഉത്തരാഖണ്ഡ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്കറിയാം പുഷ്കർ സിംഗ് ധാമിയാണ്. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഡെറാഡൂണാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പുഷ്കർ സിംഗ് ധാമി, ഡെറാഡൂൺ ക്യാപിറ്റൽ. പിന്നീട് ഇത്രയേ ഉള്ളൂ. ഈ പേജിലും നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത പേജ് ഇപ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ നമുക്ക് ആവശ്യമുള്ള എഡിറ്റോറിയൽസ് രണ്ടും നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ലാംഗ്വേജ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഞാൻ പറഞ്ഞു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP 2020 എന്നാണ് പറഞ്ഞത്. NEP 2020 3 ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള കാര്യം മസ്റ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ 2 ലാംഗ്വേജേ പഠിക്കുള്ളായിരുന്നു, ഇംഗ്ലീഷും തമിഴും മാത്രം. പക്ഷേ തമിഴ്നാടുകാർ അതുകൊണ്ടാണ് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് ശഠിക്കുന്നത്. അത് നടപ്പാക്കി കഴിഞ്ഞാൽ 3 ലാംഗ്വേജസും പഠിച്ചു വെക്കൂ, ദാറ്റ് ഈസ് എ മസ്റ്റ്. അപ്പം തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ NEP ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് പറയുന്നത് മുമ്പിലത്തെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങളെക്കാളും കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. കൂടുതൽ ഫ്ലെക്സിബിളാണ്. അത് ഹിന്ദി ഇമ്പോസിഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ഫ്ലെക്സിബിളാണ്. കാര്യം അവർ ഹിന്ദി പഠിക്കണമെന്നെങ്ങും പറയുന്നില്ല. ഹിന്ദിയാണ് സാധാരണ മുമ്പിലത്തെ വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ 3 ലാംഗ്വേജ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, 3ാമത്തെ ലാംഗ്വേജ് ആയിട്ട്. പക്ഷേ ഹിന്ദി ഏതെങ്കിലും പിന്നീട് ഹിന്ദി പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം. പിന്നെ ഇന്ത്യൻ നമ്മളുടെ മദർ ടങ്ക് പഠിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു 3ാമതൊരു ലാംഗ്വേജ്, പ്രിഫറബിളി ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഓഫ് 15 ലാംഗ്വേജസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം. പക്ഷേ ഹിന്ദി ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് വരും എന്തായാലും. കാര്യം അതിന് ഉള്ള ഇൻഫ്രാസ്ട്രക്ചറേറ്റ് സ്കൂളുകൾക്കും അതിന് ചുറ്റിലുമൊക്കെ ഉള്ള ഹിന്ദി പഠിക്കാനുള്ള ടീച്ചേഴ്സും ഒക്കെ കാണുള്ളൂ. അല്ലാതെ വേറെ ഭാഷകൾ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾ ഹിന്ദി പഠിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത് മെജോറിറ്റിയും. കാര്യം 20ലധികം കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്ന് ഇന്ന ഭാഷ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ ഭാഷ പഠിപ്പിക്കുമെന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം പറഞ്ഞത്. അപ്പോൾ മെജോറിറ്റിക്കും ഹിന്ദി പഠിക്കാനായിരിക്കും താല്പര്യവും. അപ്പോൾ ഹിന്ദി ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് മാറും. ഇപ്പം മഹാരാഷ്ട്രയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിൽ അവർ ഹിന്ദി പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഹിന്ദി 1ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത്രയും കാലം 5ാം ക്ലാസ് തൊട്ടായിരുന്നു.
പക്ഷെ അവർ ആ ഒരു ഡിസിഷൻ ഇപ്പോൾ വിത്ഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഫിയേഴ്സ് ഒപ്പോസിഷൻ ഫ്രം ദ ഒപ്പോസിഷൻ പാർട്ടീസ്. അപ്പോൾ അവർ വിത്ഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഡോക്ടർ നരേന്ദ്ര ജാദവ് ആയിരിക്കും. അദ്ദേഹം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കഷൻസ് നടത്തിയിട്ട് ആ 3 ലാംഗ്വേജ് പോളിസിയുടെ റിലവൻസിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കും. ആ റിപ്പോർട്ട് എന്തായാലും ഗവൺമെൻറ് അത് അംഗീകരിക്കും എന്നാണ് ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഗവൺമെൻറ്റിന് ഉണ്ടാവാനുള്ള കാരണം അവിടുത്തെ ശിവസേന എന്ന് പറയുന്ന ശിവസേന, അവിടെ 2 ശിവസേനയുണ്ട്. ഉദ്ധവ് ശിവസേനയുണ്ട്, ഷിൻഡെ ശിവസേനയുണ്ട്. ഷിൻഡെ ശിവസേന BJPയുടെ ഗവൺമെൻറ്റിനൊപ്പമാണ്. ഉദ്ധവ് ശിവസേന അത് ഉദ്ധവ് താക്കറയുടെയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കസിൻ രാജ് താക്കറെ. ഇവർ രണ്ടുപേരും ആക്ച്വലി എനിമീസാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ യോജിക്കുമ്പോൾ BJPക്ക് ഇത് പൊളിറ്റിക്കലി തിരിച്ചടിയാവുമെന്ന് പേടിച്ചിട്ടാണ് അവരിപ്പോൾ ഈ ഒരു ഡിസിഷൻ വിത്ഡ്രോ ചെയ്തേക്കുന്നത്. എന്തായാലും ഈ 3 ലാംഗ്വേജ് ഫോർമുല ഇന്ത്യയുടെ ഒരു പ്രൈഡിൻ്റെ ഭാഗമായിട്ടാണ് BJP അവതരിപ്പിക്കുന്നതെങ്കിലും ഒപ്പോസിഷൻ പാർട്ടീസിനെ യുണൈറ്റ് ചെയ്യുന്നതിനത് കാരണമാവുന്നുള്ള യാഥാർത്ഥ്യം BJP തിരിച്ചറിയണമെന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മോസ്റ്റ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ഇന്ത്യാസ് ഹിന്ദി സ്പീക്കിംഗ് റീജിയൻസ് വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. നമ്മൾ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയിലെ ഹിന്ദി സ്പീക്കിംഗ് റീജിയൻസിലുള്ള കുട്ടികൾ പോലും ഇംഗ്ലീഷ് പഠിക്കാൻ കൂടുതലായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടതാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് മഹാരാഷ്ട്രയിൽ തന്നെ അവിടുത്തെ ഓരോ 5 സ്റ്റുഡൻസിനെ എടുത്താലും ഒരു സ്റ്റുഡൻറ്റെങ്കിലും 3rd ലാംഗ്വേജ് ഒരെണ്ണം പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും ആ 3ാമതൊരു ഭാഷ പഠിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം ശക്തമായിട്ട് നടപ്പാക്കുക വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ശരിയാണ്. പല കുട്ടികളും ഇപ്പോൾ ഈ 3 ഭാഷ പഠിക്കാത്ത സ്റ്റേറ്റാണ് തമിഴ്നാടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇംഗ്ലീഷും തമിഴും മാത്രം അവിടെ പഠിക്കുന്നുള്ളതെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അവിടുത്തെ CBSE സ്കൂളുകളിലെ പിള്ളേരെല്ലാം 3 ഭാഷയും പഠിക്കുന്നുണ്ട്. അവിടുത്തെ സമ്പന്നൻ്റെ മക്കളെല്ലാം CBSE സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അവർ 3 ഭാഷ പഠിക്കുന്നുണ്ട്. അപ്പം തമിഴ്നാട് സ്റ്റേറ്റിൽ 3 ഭാഷ പഠിക്കുന്ന പിള്ളേരാണ് ഒരു വലിയ വിഭാഗം പിള്ളേർ. പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്നവർ മാത്രമേ ഈ 2 ഭാഷയും കൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയുടെ കാര്യം അവിടുത്തെ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അവിടെ 1/5 സ്റ്റുഡൻസ് 3 ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അത് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കൂടെ ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പറഞ്ഞേക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, there are 15 ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് ഹിന്ദി അവൈലബിൾ ഇൻ സ്കൂൾസ് അണ്ടർ ദ 3rd ലാംഗ്വേജ് ഓപ്ഷൻ. 15 ലാംഗ്വേജസ് അവൈലബിൾ ആണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. അതിൽ 15 ഭാഷകൾ അവൈലബിൾ ആണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ 3rd ലാംഗ്വേജ് ആയിട്ട്. പക്ഷേ അതിലേത് മിനിമം 20 സ്റ്റുഡൻസ് ഒരു പ്രത്യേക ഭാഷ ഡിമാൻഡ് ചെയ്താൽ, ഈ 15 ഭാഷകളിൽ ഒരെണ്ണം ഡിമാൻഡ് ചെയ്താൽ അത് പഠിപ്പിക്കുമെന്നാണ്. പക്ഷേ അപ്പോൾ ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ന്യൂട്രലാണ്, ഹിന്ദി അങ്ങനെ ഇമ്പോസ് ചെയ്യുന്നതൊക്കെ തോന്നുമെങ്കിൽ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. കാര്യം എന്താണ്, മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തെലുഗു അല്ലെങ്കിൽ തമിഴ് പഠിക്കണമെന്ന് ബീഹാറിലെ ഉത്തർപ്രദേശിലെ ഒരു കുട്ടി 3ാമത്തെ ഭാഷയായിട്ട് മലയാളം പഠിക്കണമെന്ന് പറയോ, തമിഴ് പഠിക്കണമെന്ന് പറയോ, കന്നഡ പഠിക്കണമെന്ന് പറയോ, തെലുഗു പഠിക്കണമെന്ന് പറയോ? പറയില്ല. അവർ സ്വാഭാവികമായിട്ടും അവരുടെ മദർ ടങ്, ഇപ്പോൾ ബീഹാറിലൊക്കെ ആണെങ്കിൽ മൈഥിലിയൊക്കെ മദർ ടങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതും പഠിച്ച് ഇംഗ്ലീഷും പഠിച്ച് അവർ 3ാമത്തെ ഓപ്ഷൻ ഹിന്ദി എടുക്കുകയുള്ളൂ. അപ്പം അതാ പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും chances of an overwhelming majority of students ending up with Hindi as part of 3 language policy is high. മെജോറിറ്റി സ്റ്റുഡൻസ് ഹിന്ദിയെ പഠിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് ലാംഗ്വേജസ് ഒന്നും ഒരു സ്കൂളിനും പ്രൊവൈഡ് ചെയ്യാനും പറ്റൂല. അപ്പോൾ എന്തായാലും BJP റീഅസസ് ചെയ്യണം അവരുടെ ലാംഗ്വേജ് പോളിസി. ഈ ഒപ്പോസിഷൻ ഉള്ള സ്ഥലങ്ങളിൽ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കാനും അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും തയ്യാറാണെന്നാണ്. പക്ഷേ 3ാമത് ഭാഷയായിട്ട് ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ 1-2 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ ഹിന്ദി മതി. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും മറ്റുള്ള ആൾക്കാർ പറയാതെ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് നല്ലതാണ്, അതുകൊണ്ടാണ് നമ്മളുടെ ഈ അതിനനുകൂലിച്ച് ഹിന്ദുവിൽ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം നല്ലതായതുകൊണ്ടാണ് ഈ വേൾഡ് യൂണിവേഴ്സിറ്റി QS യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലൊക്കെ ഇന്ത്യയുടെ റാങ്കിങ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുള്ള 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അതിനെല്ലാത്തിനും കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രൊവിഷൻസ് ആണെന്ന് അക്കാഡമീഷ്യൻസ് ഹിന്ദുവിൽ തന്നെ എഴുതുന്നുണ്ട്. അപ്പം പിന്നെ ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്ന സംഭവം സ്കൂൾ കുട്ടികൾക്ക് എന്തായാലും അത് ദോഷമൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഹിന്ദി പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വേറൊരു ഭാഷ ഈ 15
ലാംഗ്വേജസിൻ്റെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്. എന്തായാലും ഇതൊരു വളരെ അഗ്രസീവായിട്ട് നടപ്പാക്കാൻ BJP ശ്രമിക്കരുതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഇപ്പം സൂംബ ഇപ്പോൾ ഇവിടെ സ്കൂളുകളിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ വിവാദം ഉണ്ടായപ്പോൾ അവരെ വിവാദം ഉണ്ടാക്കിയവരെ കൂടെ കൺവിൻസ് ചെയ്യിക്കണം എന്ന് ഒപ്പോസിഷൻ പാർട്ടീസൊക്കെ കേരളത്തിൽ ആവശ്യപ്പെടുന്നത് പോലെ ഇതും ഒപ്പോസിഷൻ ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഒപ്പോസിഷൻ കൊണ്ടുവരുന്നവരെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുക, അല്ലാതെ 3 ലാംഗ്വേജ് ഫോമുല ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ വൈറ്റ് സോൺ ഗ്രീൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ 2ാമത്തെ എഡിറ്റോറിയലായിട്ടുണ്ട്. ഈ വൈറ്റ് സോൺ ഗ്രീൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ കാണുമ്പം എല്ലാവർക്കും അതിൻ്റെ ഹെഡിങ് കാണാൻ ഒന്നും മനസ്സിലാകത്തില്ല. ഈ സ്പോർട്സിനെ കുറിച്ച് അറിയാവുന്നവർ പെട്ടെന്ന് മനസ്സിലാവും. വൈറ്റ് സോൺ ഗ്രീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെന്നീസ് കളിക്കുന്നത് മെയിനായിട്ട് 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകളാണ് ഉള്ളത്. ആ 4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, അത് കഴിഞ്ഞു. 2ാമത് നടക്കുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്, അതും കഴിഞ്ഞു. 3ാമത് നടക്കുന്നതാണ് വിംബിൾഡൺ. ഈ വിംബിൾഡൺ മാത്രമാണ് ഗ്രാസിൽ നടക്കുന്നത്, ഗ്രാസ് സർഫസിൽ. ബാക്കിയെല്ലാം നടക്കുന്ന ഒന്നുകിൽ ക്ലേയിൽ അല്ലെങ്കിൽ ഹാർഡ് കോർട്ടിലാണ്. ഹാർഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് കോർട്ടാണ്, നമ്മൾ സിന്തറ്റിക് ട്രാക്ക് കണ്ടിട്ടില്ലേ, അതാണ് ഹാർഡ് കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റ് മാത്രമാണ് വിംബിൾഡൺ എന്ന് പറയുന്ന സംഭവം മാത്രമാണ് ഗ്രാസ് കോർട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ വിംബിൾഡൺ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്, വിംബിൾഡൺ ഇംഗ്ലണ്ടിൽ. അപ്പോൾ ആ വിംബിൾഡൺ എന്ന് പറഞ്ഞ ടെന്നീസ് ടൂർണമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അത് ആര് ജയിക്കാൻ സാധ്യത എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഈ എഡിറ്റോറിയൽ അനലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വിംബിൾഡൺ കഴിഞ്ഞ കാലങ്ങളായിട്ട് കുറേ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ടെന്നീസ് ടൂർണമെൻറ്റാണ്. അപ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മുമ്പ് മിഡിൽ സൺഡേ ഹോളിഡേ ഒക്കെ ഉണ്ടായിരുന്നു, അന്ന് കളിയൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കാലങ്ങൾ കൊണ്ട് മാറി. വിംബിൾഡൺ അങ്ങനെ കുറേ ചേഞ്ചസിന് വിധേയം, ക്രിക്കറ്റിന് പല പല ചേഞ്ചസിന് വിധേയമാകാറില്ലേ, പവർ പ്ലേ ഒക്കെ ഈ ഇടയ്ക്ക് വന്നതല്ലേ, അതുപോലെ പ്ലെയർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഈ ഇടയ്ക്ക് ക്രിക്കറ്റിൽ വന്ന മാറ്റങ്ങളാണ്. അതുപോലെ ഈ പറഞ്ഞ നമ്മളുടെ ഈ ടെന്നീസിലും മാറ്റങ്ങൾ, വിംബിൾഡൺ ടെന്നീസിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മാറ്റം എന്ന് പറയുന്നത്, ടെന്നീസ് കളി കാണുന്നവർക്ക് അറിയാം, ദർ വിൽ ബി നോ ലൈൻ ജഡ്ജസ് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ഒരു വലിയ മാറ്റം. അതായത് ഈ ലൈൻ റഫറീസ് എന്ന് പറയുന്ന ആൾക്കാർ ടെന്നീസിൽ എല്ലാ ടൂർണമെൻറ്റിലും ഉള്ളതാണ്. വിംബിൾഡണിലും ഉണ്ട്, ഫ്രഞ്ച് ഓപ്പണിലും ഓസ്ട്രേലിയൻ ഓപ്പണിലും എല്ലാത്തിലും ഈ ലൈൻ റഫറീസ് കാണും. അവരാണ് ഈ ഔട്ടും ഒക്കെ കറക്റ്റായിട്ട് വിളിക്കുന്നതൊക്കെ. പിന്നെ അതിനെ ഇലക്ട്രോണിക് റിവ്യൂ ഒക്കെ നടത്തും, പ്ലെയറിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച്. ഇനി തൊട്ട് ഈ ലൈൻ ജഡ്ജസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അവ ഫുൾ കോർട്ടിൽ കളിക്കാൻ പ്ലേയേഴ്സ് മാത്രമേ കാണുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ബാക്കിയെല്ലാം ഇലക്ട്രോണിക് ആയിട്ട് ആയിരിക്കും മനസ്സിലാക്കുന്നത്. എങ്ങനെ ഒരു ബോൾ ഔട്ടാണോ അതൊക്കെ മനസ്സിലാക്കുന്നത് ഇലക്ട്രോണിക് സെൻസേഴ്സിൻ്റെ ഒക്കെ സഹായത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ലൈൻ ജഡ്ജസ് എന്ന സംഭവം ഹിസ്റ്ററി ആവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴും ടെന്നീസിനൊന്നും സംഭവിക്കുന്നില്ല. ബേസിക്കലി അതിൻ്റെ ആ ഒരു സൗന്ദര്യം അതെല്ലാം വിംബിൾഡണിലെ ഗ്രാസ് കോർട്ടുകളിൽ പ്ലേയേഴ്സ് കളിക്കുന്ന ആ ഒരു ടെന്നീസിൻ്റെ സൗന്ദര്യം അത് അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ ആണ്. അപ്പോൾ ഈ വിംബിൾഡണിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാ ടെന്നീസ് ടൂർണമെൻറ്റുകളിലും പ്ലേയേഴ്സിന് ഇഷ്ടമുള്ള കളർ ഡ്രസ്സൊക്കെ ഇടാം. പക്ഷേ വിംബിൾഡണിൽ വൈറ്റും ഇട്ടേ കളിക്കാൻ പറ്റുള്ളൂ. വൈറ്റ് യൂണിഫോമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അതാണ് വൈറ്റ് ഓൺ ഗ്രീൻസ് എന്ന് ഈ ഒരു എഡിറ്റോറിയലിന് പേര് വരാൻ കാരണം അതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വിംബിൾഡൺ ആര് വിൻ ചെയ്യും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം പുരുഷ ടെന്നീസാണല്ലോ എപ്പോഴും ആദ്യം പറയുന്നത്. കാർലോസ് അൽക്കാരസിൻ്റെയും ജാനിക് സിന്നറിൻ്റെയും പേരുകളായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത് എല്ലാവർക്കും. ജാനിക് സിന്നർ വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ, ഹീസ് ഫ്രം ഇറ്റലി. ആൻഡ് കാർലോസ് അൽക്കാരസ് വേൾഡ് നമ്പർ 2 ടെന്നീസ് പ്ലെയർ, ഹീസ് ഫ്രം സ്പെയിൻ. And Carlos Alcaraz is the winner of French Open title that was completed 2 weeks back. 2 weeks back കഴിഞ്ഞു പോയ ഫ്രഞ്ച് ഓപ്പണിൻ്റെ വിന്നറും ഈ പറഞ്ഞ കാർലോസ് അൽക്കാരസ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ വിന്നർ ഓഫ് വിംബിൾഡൺ ടൂർണമെൻറ്റ് ഓൾസോ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 2 edition 2023 and 24. If he wins this year also, he will complete hat-trick in Wimbledon. അപ്പം അദ്ദേഹത്തിനാണ് നല്ല ചാൻസ്. അപ്പം ഇപ്പോൾ ഈ കാർലോസ് അൽക്കാരസും ജാനിക് സിന്നറും തമ്മിലുള്ള ഈ ഒരു റൈവൽറി, അത് റാഫേൽ നദാൽ, റോജർ ഫെഡറർ, ഈ 2 പ്ലേയേഴ്സ് ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ ഭയങ്കര ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിന് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അൽക്കാരസ് ഓൾറെഡി 5 ടൂർണമെൻറ്റുകൾ വിൻ ചെയ്ത് കഴിഞ്ഞു. 5 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകൾ 5 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകൾ അദ്ദേഹം വിൻ ചെയ്തു. അതുപോലെ ഇപ്പം തന്നെ നടന്ന 5 ടൂർണമെൻറ്റുകളിൽ 4 അദ്ദേഹമാണ് വിൻ ചെയ്തത്. അപ്പം വേൾഡ് നമ്പർ 1 സിന്നറിന് അദ്ദേഹത്തിൻ്റെതായ ചാൻസസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം വിംബിൾഡണിൽ ഇതുവരെയായിട്ട് സെമി ഫൈനൽ വരെ വന്നിട്ടുള്ളൂ. അത് 2023 അദ്ദേഹം സെമി ഫൈനലിൽ വന്നത്. പിന്നെ അൽക്കാരസിന് എപ്പോഴും സിന്നറിൻ്റെ മുകളിലൊരു എഡ്ജ് ഉണ്ട്. അൽക്കാരസ് സിന്നർ തമ്മിൽ കളിക്കുമ്പോൾ മിക്കപ്പോഴും 2ാം റാങ്കുകാരനായ അൽക്കാരസാണ് ജയിക്കുന്നത്, 1ാം റാങ്കുകാരനായ സിന്നർ തോറ്റുമുണ്ട്.
പക്ഷേ ഇവർ രണ്ടുപേരും മാത്രമല്ല, ടെന്നീസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ പ്ലേയേഴ്സിൽ ഒരാൾ നൊവാക് ഡോക്കോവിച്ചും കളിക്കാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം 38 വയസ്സാണ്. അദ്ദേഹം 24 ടൈറ്റിൽസ് ഓൾറെഡി വിൻ ചെയ്തു കഴിഞ്ഞു, ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ്. ഇനി 25ാമത് ഒന്നുകൂടെ വിൻ ചെയ്താൽ അദ്ദേഹത്തിന് ലോക റെക്കോർഡാവും. ഇപ്പോഴും ലോക റെക്കോർഡാണ്, പക്ഷേ ഈക്വൽ ചെയ്തേക്കാണ്. അദ്ദേഹവും മാർഗരറ്റ് കോർട്ട് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് വീതം വിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ഈക്വൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ 25th ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഇപ്പം നൊവാക് ഡോക്കോവിച്ച് വിൻ ചെയ്താൽ അദ്ദേഹം ഒറ്റയ്ക്ക് റെക്കോർഡ് സ്വന്തമാക്കും. പക്ഷേ നൊവാക് ഡോക്കോവിച്ച് വിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം 38ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പഴയതുപോലെ കളിക്കാൻ പറ്റുന്നില്ല. ഫ്രഞ്ച് ഓപ്പണിൻ്റെയൊക്കെ സെമി ഫൈനൽ വരെ കണ്ട് അദ്ദേഹം വന്നു. എന്നാലും ഗ്രാസ് കോർട്ട് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. 7 തവണ വിംബിൾഡൺ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെയും 7 തവണ നൊവാക് ഡോക്കോവിച്ച് വിംബിൾഡൺ വിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഏറ്റവും ബെസ്റ്റ് ചാൻസ് ടു വിൻ 1 മോർ ഗ്രാൻഡ് സ്ലാം ട്രോഫി ഈസ് ഇൻ വിംബിൾഡൺ ഓൺലി. മനസ്സിലായി? ബാക്കി ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ ഒക്കെ വിൻ ചെയ്യാൻ ഇനി അദ്ദേഹത്തിന് പാടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം റണ്ണറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം 2024 ഫൈനൽ വരെ വന്നായിരുന്നു. 2017 ശേഷം ഇന്ന് വരെ അദ്ദേഹം ഫൈനലിൽ കാണാതെ പുറത്തായിട്ടില്ല വിംബിൾഡണിൽ. സോ ഹി ഹാസ് എ വെരി ഗുഡ് ചാൻസ്. സോ എമംഗ് ദ മെയിൽ പ്ലേയേഴ്സ് 3 players have very good chances of winning the Wimbledon. That is number 1 player Jannik Sinner, number 2 player Carlos Alcaraz and Novak Djokovic. ഇവർക്ക് 3 പേർക്ക്. ഫീമെയിൽ ടൈറ്റിൽ വേൾഡ് നമ്പർ 1 ആര്യാന സബലങ്കയ്ക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഫ്രഞ്ച് ഓപ്പൺ വിന്നറായ കോക്കോ ഗാഫ് എന്ന് പറഞ്ഞ US പ്ലെയറിന് ചാൻസ് ഉണ്ട്. പിന്നെ ഇഗാ സ്വിയടെക് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അവർക്ക് ചാൻസ് ഉണ്ട്. പിന്നീട് ബാർബറ ക്രജിക്കോവ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അവർക്ക് ചാൻസ് ഉണ്ട്. ജാസ്മിൻ പൗൾനി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അവർക്ക് ചാൻസ് ഉണ്ട്. പിന്നെ എലേന റൈബാക്കിന എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അവർക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചാൻസസ് ഡബിൾസിൽ മാത്രമാണ്. സിംഗിൾസിൽ ഇന്ത്യൻ ടെന്നീസ് പ്ലെയേഴ്സിന് വലിയ ചാൻസ് ഒന്നുമില്ല. ഡബിൾസിലും ലിയാൻഡർ പേസിനും മഹേഷ് ഭൂപതിക്കും രോഹൻ ബപ്പണ്ണയ്ക്കൊന്നും ശേഷം വലിയ പ്ലെയേഴ്സൊന്നും വരുന്നില്ല. ഇപ്പോഴും രോഹൻ ബപ്പണ്ണ കളിക്കുന്നുണ്ട്. പിന്നെ യുക്കി ബാംബ്രി, ശ്രീരാം ബാലാജി, ഋത്വിക് വെള്ളിപ്പള്ളി പോലുള്ള പ്ലെയേഴ്സ് ഡബിൾസിൽ കളിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ടെന്നീസിലെ ടാലൻറ്റ് പൂൾ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് വിംബിൾഡൻ്റെ സെമി ഫൈനൽ വരെ വന്ന സിംഗിൾസ് പ്ലെയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, രാമനാഥൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ പ്ലെയർ. വേൾഡിലെ ടോപ്പ് 25 റാങ്കിങ്ങിലുള്ള വിജയ് അമൃതരാജ് പോലുള്ള ടെന്നീസ് പ്ലെയേഴ്സ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ടെന്നീസിൽ നേടിയ ലിയാൻഡർ പേസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ഒരു പാരമ്പര്യമൊക്കെ ഇപ്പം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും പേരിതില്ല, അത് ഞാനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇത് സിമ്പിൾ എഡിറ്റോറിയലാണ്, ഞാൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, സ്പോർട്സ് എഡിറ്റോറിയലാണ്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും വായിച്ചു നോക്കുക. പിന്നെ ഈ ആർട്ടിക്കിൾസ് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകണം. നെക്സ്റ്റ് പേജിൽ ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ അടുത്ത പേജിൽ ഒരു ആർട്ടിക്കിളുമാണ്. ഇതിൽ ഇപ്പോൾ എമർജൻസിയുടെ 50th ആനിവേഴ്സറി അല്ലേ, എമർജൻസി അടിയന്തരാവസ്ഥയുടെ നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറയുന്നത്. ഈ എമർജൻസിയുടെ 50th ആനിവേഴ്സറി ആണല്ലോ. അപ്പം എമർജൻസിയുടെ പീരീഡിൽ നടന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒരെണ്ണം അതാണ് ഇത് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻസ് ഓഫ് എമർജൻസി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ടെന്നത് ഹിന്ദുവിൽ. അതായത് എമർജൻസിയുടെ പീരീഡിൽ സ്റ്റെറിലൈസേഷൻ അറിയാലോ, വന്ധ്യംകരണം, പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ നിർബന്ധിതമായിട്ട് വന്ധ്യംകരിക്കുമായിരുന്നു, സ്റ്റെറിലൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ക്രൂരതയായിരുന്നു. മില്യൺസ് ഓഫ് ആൾക്കാരാണ് അത്തരത്തിൽ ഇന്ത്യയിൽ ചെയ്തത്. അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ പ്രാക്ടീസസ് ആയിരുന്നു എമർജൻസിയുടെ പീരീഡിൽ നടന്ന് 50th ആനിവേഴ്സറിയിൽ അതിനെക്കുറിച്ചൊന്ന് ഓർക്കുകയാണ് ഈ എഡിറ്റോറിയലിൽ കൂടുക. പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻ ഇന്ത്യയിൽ ചെയ്തത് എന്നാണ് പറയുന്നത്. അത് ഒരു രീതിയിലുള്ള സ്റ്റേറ്റ് വയലൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം ആ രീതിയിലാണ് നടപ്പാക്കിയത്. അപ്പോൾ ലോകത്തെവിടെയും ഡെമോക്രാറ്റിക് ഹിസ്റ്ററിയിൽ ഇതിന് പാരലൽസ് ഇല്ല. ആ രീതിയിൽ ഷിയർ സ്കെയിലിൽ, അതായത് മില്യൺസ് ഓഫ് ആൾക്കാരെ നിർബന്ധിത സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയ മറ്റൊരു രാജ്യവും ഇല്ല എന്നാണ് പറയുന്നത്. അത് ഒരാളുടെ ബോഡിലി ഓട്ടോണമിയുടെ മുകളിൽ, ശരീരത്തിൻ്റെ മുകളിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ ഉള്ള കടന്നുകയറ്റമായിരുന്നു പുരുഷൻ്റെയും സ്ത്രീയുടെയും. അപ്പോൾ ഈ പറഞ്ഞ പോപ്പുലേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഗ്ലോബലി സ്റ്റെറിലൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ഗ്ലോബൽ ക്യാമ്പയിനായിട്ട് ഫോർഡ് ഫൗണ്ടേഷൻ, വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഒക്കെ. പക്ഷേ ഒരു പൊളിറ്റിക്കൽ റിപ്രഷൻ്റെ ഭാഗമായിട്ട് എമർജൻസി പോലുള്ളൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട്
ഒരു ബോഡിലി ഓട്ടോണമിയുടെ മുകളിൽ കടന്നുകയറ്റം നടത്തിയത് ലോകത്ത് ഒരിടത്തും അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ. ഇന്ത്യയുടെ നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റെറിലൈസേഷൻ വോളണ്ടറി മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു വോളണ്ടറി മെത്തേഡ്. അത് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ വോളണ്ടറി ചെയ്യാം. പക്ഷേ അങ്ങനെയായിരുന്നു നമ്മളുടെ ഫാമിലി പ്ലാനിങ് പീരീഡ് പറഞ്ഞത്. പക്ഷേ ഇതൊരു വയലൻറ്റ് ടേൺ എടുക്കുകയാണ് എപ്പോഴും എമർജൻസി പീരീഡിൽ. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണല്ലോ അടിയന്തരാവസ്ഥ നടപ്പാക്കിയ പ്രൈം മിനിസ്റ്റർ. അവരുടെ മകനായിരുന്ന പുള്ളി മരിച്ച ഒരു പ്ലെയിൻ ക്രാഷിൽ മകൻ അന്ന് അൺഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, MP മന്ത്രിയോ ഒന്നും അല്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതോറിറ്റിയും ഇല്ലാതെ പക്ഷേ ഒരു പവർ സെൻ്ററായിട്ട് മാറി പ്രധാനമന്ത്രിയുടെ മകനായിട്ട്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ നടന്നത്. മെയിൻലി ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാർ പുവർ ആയിട്ടുള്ള ആൾക്കാർ, സ്ലം ഡ്വല്ലേഴ്സ്, ദളിറ്റ്സ്, മൈനോറിറ്റീസ്, റൂറൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിരുന്നു എന്നും ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻസ് ലോകത്ത് പല രാജ്യങ്ങളിലും മുമ്പ് നടന്നിട്ടുണ്ട്. US ഏതാണ്ട് 60,000-ഓളം ആൾക്കാരെ, ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരെ, നേറ്റീവ് അമേരിക്കൻസിനെയും ലാറ്റിന വിമനെയൊക്കെ അങ്ങനെ 1907 തൊട്ട് 1979 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ പറയുന്നുണ്ട്. 60,000-ഓളം പേരെ. 63,000-ഓളം പേരെ സ്വീഡനിൽ അവർ പേരൻറ്റ്ഹുഡിന് അൺഫിറ്റ് ആണെന്നുള്ള പേരിൽ 1935 തൊട്ട് 1976 വരെയുള്ള പീരീഡിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി നാസി ജർമ്മനി, ഹിറ്റ്ലറിൻ്റെ പീരീഡിൽ ജർമ്മനിയിൽ നടന്നേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നാസി ജർമ്മനി ഇതുപോലുള്ള ഈ ജനറ്റിക്കലായിട്ടുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യാനുള്ള പേരിൽ 4 ലക്ഷത്തോളം പേരെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ബിഫോർ ആൻഡ് ഡ്യൂറിങ് വേൾഡ് വാർ 2. അപ്പോൾ അതുപോലെ പെറുവിൻ്റെ പ്രസിഡൻ്റായിരുന്ന പഴയൊരു സ്വേച്ഛാധിപതി, ഒരു ഡിക്റ്റേറ്ററായിരുന്ന ആൽബർട്ടോ ഫിജിമോറി ഏതാണ്ട് 3 ലക്ഷം പേരുടെ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചൈനയിൽ 1 ചൈൽഡ് പോളിസി ആയിരുന്നു കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ്, ഒറ്റ കുട്ടിയാവുള്ളായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചൈന ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് റൂറൽ മേഖലയിലും എത്നിക് മൈനോറിറ്റീസിൻ്റെ മേഖലയിലും ഒക്കെ. പക്ഷേ ഇന്ത്യയിൽ അത് വേറെ ലെവലിലായിരുന്നു. ഇന്ത്യയിൽ ഈ പറഞ്ഞ സ്റ്റെറിലൈസേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥയുടെ സമയത്ത്, എമർജൻസിയുടെ പീരീഡിൽ ഈ എക്സസസിനെ കുറിച്ച്, അബ്യൂസസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഷാ കമ്മീഷൻ പറയുന്നത്, ഷാ കമ്മീഷനാണ് എമർജൻസി പീരീഡിൽ നടന്ന ക്രൂരതകളെക്കുറിച്ച് അന്വേഷിച്ചത്. 1778 ആൾക്കാർ ഈ സ്റ്റെറിലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ 1778 പേര് മരിച്ചു പോയിട്ടുണ്ടെന്നാണ് ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഏതാണ്ട് 1.3 മില്യൺ എന്ന് പറഞ്ഞാൽ 13 ലക്ഷം വാസക്ടോമീസ് തന്നെ 1975 നടന്നു. വാസക്ടോമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാസക്ടോമി എന്ന് പറഞ്ഞാൽ പുരുഷ വന്ധ്യംകരണമാണ്. പുരുഷന്മാരെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് പറയുന്നത് വാസക്ടോമി, VACCTOMY. അപ്പം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1975 മാത്രം 1.3 മില്യൺ ഫോഴ്സ്ഡ് വാസക്ടോമീസ് നടന്നിട്ടുണ്ട്. 2.6 മില്യൺ വാസക്ടോമീസ് 1976 നടന്നിട്ടുണ്ട്. പുരുഷന്മാരെ വന്ധ്യീകരിക്കുന്നത്, സ്ത്രീകളെ അല്ല സ്റ്റെറിലൈസ് ചെയ്ത പുരുഷന്മാരെ. പിന്നീട് ഇതിൽ 1977 സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരോട് ചേർത്ത് മൊത്തത്തിൽ സ്റ്റെറിലൈസേഷൻ നടന്നത് 8.3 മില്യൺ എന്നാണ് പറയുന്നത്. അതായത് 83 ലക്ഷം പേര് സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ട്. അത് മെയിൻലി നടന്ന എല്ലാം ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ ആയിരുന്നു. ബീഹാറിൽ സ്റ്റുഡൻസ് ഇതിനെ ചെറുത്തതിൻ്റെ ഒരു റിപ്പോർട്ട് ഈ പറയുന്നുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ മെയിൻലി ടാർഗറ്റ് ചെയ്തു. ഡെയിലി വേജ് ലേബറേഴ്സിന്, ബെഗേഴ്സിന്, അണ്ടർ ട്രയൽ പ്രിസൺ ഇൻമേറ്റ്സിന്, അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ, ഹിപ്പി ലുക്കുള്ള ആൾക്കാരെ. ഹിപ്പി ഒരു കൾച്ചർ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ, 70s ഒരു കൾച്ചറായിരുന്നു ഹിപ്പി കൾച്ചർ. അപ്പോൾ ഹിപ്പി ആയിട്ട് നടക്കുന്നവരെ, ഇവരൊക്കെ ആയിരുന്നു ടാർഗറ്റുകൾ. ഈ സ്റ്റെറിലൈസേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പൊസഷൻ ഇല്ലെങ്കിൽ അത് ഡെയിലി സർവൈവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ റേഷൻ ഷോപ്പിൽ നിന്ന് സാധനം വേണമെങ്കിൽ പോലും സ്റ്റെറിലൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണമായിരുന്നു. വില്ലേജേഴ്സ് അവരുടെ വീടുകൾ വിട്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഫീൽഡുകളിൽ, അതായത് വയലുകളിലും ഫോറസ്റ്റുകളിലും കാടുകളിലും ഒക്കെ അവർ ഒളിച്ചിരുന്നു. ഈ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സ്റ്റെറിലൈസേഷൻ അവരെ പിടിച്ചുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ബീഹാർ ഗവൺമെൻറ് മാത്രം 4,50,000 സ്റ്റെറിലൈസേഷൻ ആ 2 വർഷം കൊണ്ട് നടത്തുന്നതാണ് ബീഹാറിൽ മാത്രം.
പിന്നെ ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇത്ര പേര് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തുന്നവർക്കൊക്കെ ജോബിലൊക്കെ എന്തെങ്കിലും സ്ഥാനക്കയറ്റം കൊടുക്കുന്നു, നടത്താത്തവരെ ഡിമോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ പീരീഡിൽ നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥയുടെ ഭീകരതയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഭീകരതയായിരുന്ന ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ, എസ്പെഷ്യലി മെന്നിനെ കൂടെ പിടിച്ചുകൊണ്ടാണ് ഈ വാസക്ടോമി പോലുള്ള പരിപാടികൾ ചെയ്യുന്നത്. അത് തെറ്റാണെന്നല്ല പറഞ്ഞാൽ, വാസക്ടോമി എന്ന് പറയുന്ന സംഭവം പലരും ചെയ്യുന്നത് തന്നെയാണ്, പുരുഷന്മാർ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അത് മതി. പിന്നീട് ഇപ്പോൾ സ്ത്രീയാണല്ലോ സാധാരണ എപ്പോഴും സ്റ്റെറിലൈസേഷന് വിധേയമാകുന്നത്. അപ്പം അതുകൊണ്ട് അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. ഈ വാസക്ടോമിയൊക്കെ മാന്യമായിട്ട് ഓരോരുത്തരും വോളണ്ടറി ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, മില്യൺസ് ഓഫ് ആൾക്കാരെ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യായിരുന്നു. അത് മെയിൻലി പൂറായിട്ടുള്ള ആൾക്കാരെ ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ ബോയിങ്ങിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്, വേണമെങ്കിൽ അതും വായിച്ചു നോക്കാം. ബോയിങ് ഫേസസ് ഹെഡ്വിൻസ് ഫ്രം ക്രാഷസ് ആൻഡ് കോമ്പറ്റീഷൻ. ബോയിങ് എന്ന് പറഞ്ഞ കമ്പനി ഒരു കാലത്ത് ലോകത്തിൽ മുടിച്ചൂടാ മന്നന്മാരായിരുന്ന കമ്പനിയാണ് സിവിൽ ഏവിയേഷൻ്റെ കാര്യത്തിൽ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം തകർന്ന് 242 പേര് മരിച്ചത് നമുക്കറിയാം. അതിനു മുമ്പ് 2019-ലും 2018-ലും ഒക്കെ ബോയിങ്ങിൻ്റെ 737 മാക്സ് എയർലൈൻ എന്ന് പറയുന്ന സംഭവം ക്രാഷ് ചെയ്ത് 346 ആൾക്കാർ മരിച്ചിരുന്നു. ഈ സംഭവങ്ങളുടെയൊക്കെ ബേസിൽ ബോയിങ്ങിൻ്റെ ഷെയർ വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്ന് മാത്രമല്ല, ബോയിങ്ങിൻ്റെ റൈവൽ കമ്പനിയാണ് ഫ്രാൻസിൻ്റെ എയർബസ്. അവരുടെ സെയിൽ ഭയങ്കരമായിട്ട് കൂടി, അവർക്ക് ഓർഡേഴ്സ് ഭയങ്കരമായിട്ട് കിട്ടാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ ഇൻഡിഗോ, എയർ ഇന്ത്യ പോലുള്ള കമ്പനീസ് എല്ലാം ഹൺഡ്രഡ്സ് ഓഫ് എയർബസ് പ്ലെയിനുകൾക്ക് അവർ ഓർഡർ കൊടുക്കുമ്പോൾ ബോയിങ്ങിനെ പതുക്കെ തഴയാണ്. അതിൻ്റെ പകുതി ഓർഡർ മാത്രമേ ബോയിങ്ങിന് കിട്ടുന്നുള്ളൂ. ഗ്ലോബലി എയർബസ് ഡെലിവറി ചെയ്യുന്ന പ്ലെയിനുകളുടെ പകുതി മാത്രമേ ഡെലിവറി കൊടുക്കാനും ഇപ്പം ബോയിങ്ങിന് പറ്റുന്നുള്ളൂ. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ബോയിങ്ങിനെ തഴഞ്ഞുകൊണ്ട് എയർബസ് പോലുള്ള കമ്പനികളിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബോയിങ് മൊത്തത്തിൽ കുറേ പ്രോബ്ലംസിലാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. സിമ്പിളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷനൊപ്പം നിങ്ങളുടെ വൊക്കാബുലറി കോംപ്രിഹെൻഷൻ അതിൻ്റെയൊക്കെ ഒരു ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ജസ്റ്റ് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകണം. പിന്നെ അതിൻ്റെ അടുത്ത പേജ് പോകുമ്പോൾ വൈ ഈസ് ദ ഈസി ഡീലിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. ഇതും ഇതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള അവകാശം കൊടുക്കുന്നത് ഇതാണ് ആർട്ടിക്കിൾ 19(1)(c) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫണ്ടമെൻ്റൽ ഫ്രീഡംസ്. ആർട്ടിക്കിൾ 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ആണ്. ആ ഫണ്ടമെൻ്റൽ ഫ്രീഡംസിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 19(1)(c) എന്ന് പറയുന്നത്. അത് ദ റൈറ്റ് ടു ഫോം ആൻ അസോസിയേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമുക്ക് ഒരു അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യയിലെ ഓരോ പൗരനും അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് അസോസിയേഷൻ. അതിൻ്റെ അണ്ടറിലാണ് ആൾക്കാർക്ക് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഫോം ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളത്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഉണ്ട് 1951. RP ആക്ട് 1951 എന്നാണ് പറയുന്നത്. RP ആക്ട് 1951, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. അതിൻ്റെ സെക്ഷൻ 29A ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നത് പറയുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്കൊരു പാർട്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എനിക്കും പറ്റും. പക്ഷേ അതിന് എനിക്കും പറ്റുന്ന എന്തുകൊണ്ട് ആർട്ടിക്കിൾ 19(1)(c) തരുന്ന ഫണ്ടമെൻ്റൽ ഫ്രീഡമാണ് അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ ഫ്രീഡം. അതുപയോഗിച്ച് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 എന്ന് പറയുന്ന ആക്ടിൻ്റെ ബേസിൽ എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ സെക്ഷൻ 29A എന്ന് പറയുന്ന RP ആക്ട് 1951 സെക്ഷനാണ് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്നോട് ഫെയ്ത്ത് പുലർത്തുന്നവരാണെന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കണം. സോഷ്യലിസത്തിനെയും സെക്യുലറിസത്തിനെയും ഡെമോക്രസിയെയും നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്നു എന്ന് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം. ഇന്ത്യയുടെ സോവറിനിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും നമ്മൾ അപ്ഹോൾഡ് ചെയ്യുമെന്ന് കൊടുക്കണം. പിന്നീട് നമ്മൾ അതെല്ലാം നമുക്ക് അഫിഡവിറ്റ് കൊടുക്കണം അതിൻ്റെ എല്ലാം. അപ്പോൾ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ ഈ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം റിവ്യൂ നടത്തി നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അംഗീകാരം തരും. അപ്പം നമുക്ക് RUPP ആയിട്ടായിരിക്കും അംഗീകാരം കിട്ടുന്ന രജിസ്റ്റേർഡ് അൺരജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റേർഡ് സം പൊളിറ്റിക്കൽ പാർട്ടി എന്നാണ് RUPP. അതെന്താണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് മതി. അപ്പോൾ നമുക്ക് പക്ഷേ അതൊരു യഥാർത്ഥ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടൊക്കെ മാറണമെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഇലക്ഷനിലൊക്കെ മത്സരിച്ച് നമ്മൾ ഇത്ര ശതമാനം വോട്ട് വിൻ ചെയ്തിരിക്കണം എന്നൊക്കെ ഉണ്ട്. നാഷണൽ പാർട്ടി ആവണമെന്നുണ്ടെങ്കിൽ പിന്നെയും
സ്റ്റേറ്റ് ലെവൽ പാർട്ടിയായിട്ട് 2-3 സ്റ്റേറ്റുകളിൽ അംഗീകാരം നേടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേട്ടങ്ങളുണ്ട്. എന്താണെന്ന് നമുക്ക് ആൾക്കാരത് ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യാം. ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സ് ആക്ടിൽ നിന്ന് എക്സംഷൻ കിട്ടും, നമുക്ക് അതിൻ്റെ ഒന്നും ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഫണ്ടൊക്കെ തന്നെ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് വഴിയേ മേടിക്കാവുള്ളൂ. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഡൊണേഷൻസ് എല്ലാം ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറിയിക്കണം. 20,000 രൂപയ്ക്ക് താഴെയുള്ളതാണെങ്കിലും 2,000 രൂപയ്ക്ക് മുകളിലുള്ളതാണെങ്കിൽ അതെല്ലാം ചെക്കായിട്ടും ബാങ്ക് ട്രാൻസ്ഫേഴ്സായിട്ടൊക്കെ മേടിക്കാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്ത് ഇങ്ങനെ പൈസയൊക്കെ മേടിക്കാം. പക്ഷേ പിന്നീട് ഇങ്ങനെ ഫോം ചെയ്തിട്ട് ഇലക്ഷനിൽ പോലും മത്സരിക്കാതെ പല പൊളിറ്റിക്കൽ പാർട്ടീസും വെറും റിഡൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പണം പിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ 5 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ട് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാതെ വെറുതെ ഇരിക്കുന്ന പാർട്ടികളെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയും, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയും. ചിലപ്പം ചില പാർട്ടികളുടെ രജിസ്റ്റേർഡ് ഓഫീസ് പോലും കാണത്തില്ല, അതുപോലും ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള പാർട്ടികളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡീലിസ്റ്റ് ചെയ്യും. ഡീലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺറെക്കഗ്നൈസ് ചെയ്യുമെന്നല്ല. അൺറെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കളയാനോ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇപ്പോൾ അധികാരമില്ല. അതുകൊണ്ട് ഡീലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റും, ലിസ്റ്റ് ഓഫ് RUPPസിൻ്റെ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പം കുറച്ച് പേരെ അങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ അത് പറഞ്ഞേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അതും വായിച്ചു നോക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വായിക്കുക. ഇനി അതിനടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജിൽ പോകുമ്പോൾ മണിപ്പൂർ ഡെലിഗേഷൻ ടു മീറ്റ് ഹോം മിനിസ്ട്രി ഒഫീഷ്യൽസ് ടുഡേ. മണിപ്പൂരിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മെയ്റ്റിയും കുക്കിംഗ് കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മെയ്റ്റി കമ്മ്യൂണിറ്റി ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് വന്ന് നമ്മുടെ ഹോം മിനിസ്ട്രി ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്യാൻ പോയാണ്. അതിൻ്റെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ താഴോട്ട് എയർലൈൻസ് ആർ നോട്ട് റിപ്പോർട്ടിംഗ് മിസ്കണ്ടക്ട് ഓഫ് പാസഞ്ചേഴ്സ് സേസ് ഏവിയേഷൻ വാച്ച് ഡോഗ്. എയർലൈൻസ് കറക്റ്റായിട്ട് പാസഞ്ചേഴ്സിന്, അതായത് നമ്മളെപ്പോലുള്ള ആൾക്കാർ പ്ലെയിൻ ജേണി നടത്തുമ്പം നമ്മൾ മിസ്കണ്ടക്ട് ചെയ്യാൻ പാടില്ല. പ്ലെയിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് സെർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ അത് മിസ്കണ്ടക്ട് ആണ്. പക്ഷേ അത് പലപ്പോഴും എയർലൈനുകൾ കറക്റ്റായിട്ട് ഏവിയേഷൻ വാച്ച് ഡോഗിന് അതിനെ റിപ്പോർട്ട് ചെയ്യുക. ഏവിയേഷൻ വാച്ച് ഡോഗ് ആരാണ് ഇന്ത്യയിലെന്ന് വെച്ചാൽ DGCA ആണ്. DGCA എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGC എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അവർക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ഈ DGCA പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തെ DGCA ഫൈസ് അഹമ്മദ്, അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അതൊന്ന് നോക്കണം. ഇപ്പോഴത്തെ DGCA ചീഫിൻ്റെ പേര്, ഇപ്പോഴത്തെ DGCയുടെ പേര് ഇപ്പോൾ പറഞ്ഞുതരാം. ഫൈസ് അഹമ്മദ് തന്നെ, ഫൈസ് അഹമ്മദ് കിദ്വായ് കറണ്ട് DGCA. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, നല്ലൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. പിന്നെ സരിസ്ക ടൈഗർ റിസർവായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ്. അവിടെ മൈനിങ് ആക്ടിവിറ്റിയൊക്കെ അലോ ചെയ്യുക അവിടുത്തെ ഗവൺമെൻറ്. മുമ്പ് അവിടെ മൈനിങ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നുള്ള പേരിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. വീണ്ടും മൈനിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജസ്ഥാൻ ഗവൺമെൻറ് അനുവാദം കൊടുത്തു. അപ്പം ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ. ഭജൻലാൽ ശർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് രാജസ്ഥാൻ ഏരിയ വൈസ്. സരിസ്ക ടൈഗർ റിസർവ് അപ്പോൾ രാജസ്ഥാനിലാണ്. പിന്നെ 52 വില്ലേജസ് അഡ്ജോയിനിങ് LOC ഇൻ ലേ കാർഗിൽ ഡിസ്ട്രിക്ട് ഡിക്ലെയർഡ് റിസർവ്ഡ് ഏരിയാസ്. അത് റിസർവേഷൻ നടപ്പാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ലേ കാർഗിലൊക്കെ ഉള്ള ചില കാര്യങ്ങളാണ്. ലേയും കാർഗിലും ഒക്കെ ഇപ്പം ലഡാക്കിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലല്ല. ജമ്മു ആൻഡ് കാശ്മീർ അനദർ യൂണിയൻ ടെറിട്ടറിയാണ്, നമുക്കറിയാം. LAC എന്താണ്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണ് LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. LOC ലൈൻ ഓഫ് കൺട്രോൾ, അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ്.
പിന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ റേഡിയോ അഡ്രസ് ടു ദ നേഷൻ മൻ കി ബാത്ത്, ആ മൻ കി ബാത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. അതിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയെക്കുറിച്ച്, എമർജൻസിയുടെ 50th ആനിവേഴ്സറി അല്ലായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഇന്ത്യയിൽ ജൂൺ 25, 1975 അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യപ്പെട്ടത്. ജൂൺ 25, 1975. അതുകൊണ്ടാണ് ഇപ്പോൾ അത് 50 years ആയത്. 2025 ജൂൺ 25 ആയപ്പോഴത്തേക്ക് 50 years ആയി. പക്ഷെ നമുക്ക് അതല്ലാതെ ഇന്ത്യ ട്രക്കോമ ഫ്രീ കൺട്രി ആയിട്ട് മാറി. ട്രക്കോമ നമ്മളുടെ ഐസിന് വരുന്ന രോഗമാണ് ട്രക്കോമ. ഇന്ത്യ പോളിയോ ഫ്രീ ആയിരുന്നു ഇടയ്ക്ക് വെച്ച്, അതുപോലെ ട്രക്കോമ ഫ്രീ ആയിട്ട് മാറി. ബ്ലൈൻഡ്നെസ്സിന് വരെ കാരണമാവുന്ന ഒരു ബാക്ടീരിയൽ ഐ ഇൻഫെക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്ടീരിയലാണോ വൈറലാണോ എന്തോ, ബാക്ടീരിയലാണെന്ന് തോന്നുന്നത് ട്രക്കോമ. അപ്പം ഇന്ത്യ ട്രക്കോമ ഫ്രീ ആയതായിട്ട് ഇന്നലെ മോദി അതിൽ പറഞ്ഞു. പിന്നെ ഇന്ത്യയിലെ 64% പോപ്പുലേഷനും ഏതെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് വന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. നമ്മളുടെ ലേബേഴ്സിൻ്റെ ഓർഗനൈസേഷനാണ് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ്റെ 64% ഏതെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ എന്നാണ്. ഇപ്പോൾ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, പെൻഷൻ സ്കീമുകളുണ്ട്, അതൊക്കെയാണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെങ്കിലും അണ്ടറിലാണ് ഇന്ത്യയിൽ 64% പോപ്പുലേഷൻ എന്നാണ്. മുമ്പത് ഇപ്പോൾ ഇന്ത്യയുടെ 64% പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 95 കോടി. അത് 2015 വെറും 25 കോടിക്ക് മാത്രമേ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടിയുള്ളൂ. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്, അത് വലിയൊരു ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ന്യൂസുണ്ട്. പിന്നെ കൈലാസ് മാനസരോവർ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കൈലാസ് മാനസരോവർ യാത്ര ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. 5-6 വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിലെ വിഷയങ്ങൾ കൊണ്ട്. ടിബറ്റിലാണ് കൈലാസ് മാനസരോവർ. ഇപ്പോൾ അത് വീണ്ടും റെസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ മേഘാലയയിലെ ഒരു സിൽക്കിനെ കുറിച്ച്, എറി സിൽക്ക് എന്ന് പറഞ്ഞൊരു സിൽക്ക്, മേഘാലയയിലുള്ള ഒരു സിൽക്കാണ്. നമ്മളെ കാഞ്ചീപുരം സിൽക്കൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടതുപോലെ എറി സിൽക്ക്. ഇതിന് GI ടാഗ് കിട്ടി. GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ മേഘാലയയുടെ സിൽക്കിൻ്റെ പേരെന്നാണ് എറി സിൽക്ക്. പിന്നെ ശുഭാംശു ശുക്ലയുടെ കാര്യം, അത് നമുക്കറിയാലോ എന്താണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. പിന്നെ ബാക്കിയെല്ലാ പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഇപ്പോൾ വലിയ മഴയാണ്. അത് ഞാൻ പറഞ്ഞു, ഡൽഹിയിലൊക്കെ ഇപ്പോഴാണ് മൺസൂൺ വന്നതെന്ന്. ഇപ്പോൾ ഉത്തരകാശി, അത് ഉത്തരാഖണ്ഡിലാണ്, അവിടെയൊക്കെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസുണ്ട്. അതിൽ NDRFനെ കുറിച്ചുള്ള ന്യൂസുണ്ട്. NDRF ആണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ആക്റ്റീവ് ആവുന്നത്. NDRFിൻ്റെ എക്സ്പാൻഷൻ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. പിന്നെ മൺസൂൺ കവേഴ്സ് എൻ്റയർ കൺട്രി 9 days ahead of schedule. എഹെഡ് ഓഫ് ഷെഡ്യൂളാണ് മുഴുവൻ ഇന്ത്യയിലും മൺസൂൺ. 9 days ahead of schedule ആയിട്ടാണ് മുഴുവൻ ഇന്ത്യയിലും ഇപ്പോൾ മൺസൂൺ വന്നേക്കുന്നത്. കേരളത്തിൽ തന്നെ എഹെഡ് ഓഫ് ഷെഡ്യൂൾ ആയിരുന്നല്ലോ. ജൂണിലാണ് നമ്മൾ സാധാരണ വരുന്നത്, മെയ്യിൽ ഇപ്രാവശ്യം വന്നു. അതുകൊണ്ട് എഹെഡ് ഓഫ് ഷെഡ്യൂളാണ് എൻ്റയർ ഇന്ത്യയിലും. അതിനെക്കുറിച്ചൊരു അത് IMD പറഞ്ഞേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസർവേഷൻ ചാർട്ട് സെറ്റ് ടു ബി പ്രിപ്പയർഡ് 8 hours prior to departure of train. ട്രെയിനിൻ്റെ ഡിപ്പാർച്ചറിന് 8 മണിക്കൂർ മുമ്പ് റെയിൽവേ തൊട്ട് റിസർവേഷൻ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. അത് പാസഞ്ചേഴ്സിന് അൺസർട്ടൻറ്റി കുറയ്ക്കാൻ വേണ്ടിയില്ല. പാസഞ്ചേഴ്സിന് വെയിറ്റിംഗ് ലിസ്റ്റ്, പാസഞ്ചേഴ്സിന് ടിക്കറ്റ് കൺഫേം ആവും എന്നുള്ള ടെൻഷനിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണാം. അവർക്ക് കൺഫേം ആയില്ലെങ്കിൽ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു മോഡ് ഓഫ് ജേണി നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് റെയിൽവേ അങ്ങനെ ചെയ്യാൻ പോയാൽ വളരെ നല്ല കാര്യമാണ്. ഫൈനൽ ചാർട്ട് 8 hours ബിഫോർ ഡിപ്പാർച്ചർ ഓഫ് ട്രെയിൻ അവർ ഇനി തൊട്ട് ചെയ്യാൻ പോയാണ്. പിന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ശുഭാംശു ശുക്ലയൊക്കെ ഇന്ത്യയുടെ ISROക്ക് വേണ്ടി 8 എക്സ്പെരിമെൻറ്റ്സ് അവിടെ നടത്തുന്നുണ്ട്. അതിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കാണാം. പിന്നെ മണി വൈസ് പേജ്, അത് നമുക്ക് വേണ്ട. അത് മൺഡേയ്സിൽ വരുന്ന ഒരു പേജാണ് മണി വൈസ് എന്ന് പറയുന്ന പേജ്. അത് ബിസിനസ് പേജിൽ പകരം വരുന്നതാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പിന്നെ വേൾഡ് പേജിൽ മേൾ പേജിൽ എന്താ പറയുക, ബംഗ്ലാദേശിലെ ബിഗ്ഗസ്റ്റ് പോർട്ടിൽ വലിയ ബംഗ്ലാദേശിലെ പോർട്ട് ചിറ്റഗോങ് പോർട്ടാണ്. ചിറ്റഗോങ് പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. ചിറ്റഗോങ് പോർട്ട് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പോർട്ടാണ്. അവിടെ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുള്ള ഒരു ന്യൂസ്. പിന്നെ
റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാറിനെ കുറിച്ചുള്ള ന്യൂസ് ആയത്. നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് റഷ്യ യുക്രൈൻ വാർ. ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാറിനെ കുറിച്ചുള്ള ന്യൂസ്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് വേറൊരു ന്യൂസ്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററാണ് ബെഞ്ചമിൻ നെതന്യാഹു. പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാനഡയുടെ പ്രൈം മിനിസ്റ്ററാണ് മാർക്ക് കാർണി, അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസും ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ വിംബിൾഡൺ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ വിംബിൾഡൺ സ്റ്റാർട്ട് ചെയ്യാൻ പോണതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഡോക്കോവിച്ച് ഗൺസ് ഫോർ 25th ടൈറ്റിൽ, അൽക്കാരസ് എ റയർ ഡബിൾ എന്ന് പറഞ്ഞ ന്യൂസ്. പിന്നെ ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നു. എവിടെ വെച്ച്? ലോസ് ആഞ്ചലസ്, US വെച്ച്, US പല പല വെന്യൂസിൽ വെച്ച്. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഫോമുല 1 അറിയാമല്ലോ, വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബ്രാഡ് പിറ്റിൻ്റെ F1 എന്നുള്ള പേരിൽ. അപ്പോൾ അത് കണ്ട ഫോമുല 1 കുറിച്ച് അറിഞ്ഞാത്തവരെ കൂടുതൽ മനസ്സിലാവും. ഫോമുല 1 എന്ന് പറയുന്നത് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആണ്. അതിലിപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യൻ മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. മാക്സ് വെർസ്റ്റാപ്പൻ. പക്ഷേ ഈ സീസണിൽ മാക്സ് വെർസ്റ്റാപ്പനെക്കാളും മുന്നിൽ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞ ഇപ്പം നടന്ന F1 റേസ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ വിൻ ചെയ്തു ലാൻഡോ നോറിസ്. അപ്പോൾ ലാൻഡോ നോറിസ് ആണ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ വിൻ ചെയ്തത്. മക്ലാരൻ എന്ന് പറഞ്ഞ ടീമിൻ്റെ ഡ്രൈവറാണ് ലാൻഡോ നോറിസ്. മക്ലാരൻ്റെ ഡ്രൈവറാണ് മക്ലാരൻ. സായി എന്താണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ബാക്കി അടുത്ത ദിവസം. താങ്ക് യു.